back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ഓണം മേക്കപ്പ് ലുക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതായത് കര ഉള്ള സെറ്റും മുണ്ടും ഇട്ടിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കരയും കസവും കൂടി വരുന്ന ഒരു സെറ്റും മുണ്ടാണ്. ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചിരുന്നതാണ്, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതെടുത്തിടാം. എൻ്റെ ഈ ബ്ലൗസ് എന്ന് പറയുന്ന ഒരു നോർമൽ ബ്ലൗസാണ്, ഒരു ഇക്കത്ത് പ്രിൻ്റ് ഉള്ള ഒരു ബ്ലൗസാണ്. ഞാൻ എൻ്റെ ബൊട്ടീക്കിൽ നിന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്, എൻ്റെ മാസ്റ്റർ തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് അധിക സമയമൊന്നും കളയണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം, നമ്മുടെ ഫേസിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു മോയ്സ്ചറൈസറാണ്. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഓൾ സ്കിൻ ടൈപ്പ് എന്നുള്ള മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ നല്ലൊരു മേക്കപ്പ് ബേസ് ആണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ട് നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലതാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് നമ്മുടെ മേക്കപ്പ് ബേസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ബേസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാരണം അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ടിരിക്കും, നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഫിനിഷ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ലിപ് ബാം ഇടാം. അപ്പോൾ ഞാനിവിടെ നിവിയയുടെ സ്ട്രോബെറി ഷൈൻ ലിപ് ബാം ആണ് ഇടാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ്. ഈ ഒരു മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു കൺസീലർ ഭയങ്കര നല്ലൊരു കവറേജ് വരുന്ന ഒരു കൺസീലറാണ്. കൺസീലർ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാനൊരു ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മെ 925 പ്രൈമർ പ്ലസ് മാറ്റ് പൗഡർ ഫൗണ്ടേഷൻ ആണ്. ഏത് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്ന സമയത്തും ഒത്തിരി ക്വാണ്ടിറ്റി എടുക്കരുത്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാനൊരു ഐഷാഡോ പാലറ്റ് എടുത്തു. ഇത് അനസ്താഷ്യ ബെവർലി ഹിൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഐഷാഡോ പാലറ്റാണ്. അതിൽ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബ്രൗണിഷ് ഒരു ഷെയ്ഡാണ്. നമ്മൾ ലൈറ്റായിട്ട് ഒരു ടിൻറ്റ് നമ്മുടെ ഐലിറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫേസസ് കാനഡയുടെ ഇൻറ്റൻസ് ജെൽ കാജൽ യൂസ് ചെയ്യാൻ പോവാണ്. ഐലിറ്റ്സിന്റെ മേളിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രഷോ അല്ലാന്നുണ്ടെങ്കിൽ ഫിംഗർ ടിപ്പ് കൊണ്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഐ ഷാഡോ ബ്രഷ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടോ ഒന്ന് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നീട് നമ്മുടെ വാട്ടർ ലൈനിൽ മാത്രം വരയ്ക്കുക, എന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ലിപ്സിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് നൈക്കയുടെ ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് സ്കാർലെറ്റ് സൈറൻ എന്നാണ്. അപ്പോൾ ഞാനൊന്ന് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഫിംഗർ ടിപ്പ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പം ഭയങ്കര ഒരു ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓണത്തിൻ്റെ അന്ന് വളരെ തിരക്കായിരിക്കും, നമ്മൾ പെട്ടെന്ന് റെഡിയായി പോകാനായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ അതെല്ലാം നമുക്ക് നല്ല ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടപ്പോ അങ്ങനെ എന്തെങ്കിലും വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സമയമില്ല. അതുകൊണ്ട് നമ്മൾ വേഗം ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. എവിടെ നിന്നാണോ പാർട്ടീഷൻ എടുക്കുന്നത് ആ പാർട്ടീഷൻ അങ്ങ് എടുക്കുക. ഞാനിപ്പോൾ സാധാരണ റൈറ്റിൽ നിന്നാണ് ഞാൻ പാർട്ടീഷൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടീഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വകുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനാകുമ്പോൾ നമ്മൾ പൂ ചൂടും അല്ലേ. അപ്പോൾ ഇനി ഈ പൂവിനെ ഞാനൊരു മാലയായിട്ട് അത് ഇടാൻ പോവാണ്. എന്നിട്ട് വളരെ ലൈറ്റായിട്ട് ഇതിനെ ബാക്കിലോട്ട് വയ്ക്കും. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ബോബി പിൻ എടുക്കുക. കുറച്ച് ബോബി പിൻസ് വേണ്ടി വരും. ബോബി പിൻ എടുക്കുക, എന്നിട്ട് പിൻ ചെയ്ത് വയ്ക്കുക. നമ്മൾ ഈ മെസ്സി ബണ്ണൊക്കെ ചെയ്യില്ല, അപ്പോൾ അവിടെ നിന്നൊക്കെ ഹെയർസ് ഇങ്ങനെ ഭയങ്കര ലൂസായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ ഞാൻ ഭയങ്കര നീറ്റായിട്ട് എൻ്റെ ഹെയർ വയ്ക്കാറില്ല, എപ്പോഴും ജസ്റ്റ് ഒരു ചെറിയൊരു മെസ്സി ആയിട്ടാണ് എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതെൻ്റെ സ്ഥിരം ഈ ഓണം, അമ്പലം അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണിത്. ഇതിൽ എന്താ പറയുക, അധികം സമയം മെനക്കെടുത്തണ്ട. ഇനി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സിന്ദൂർ ഇടുക. അപ്പം ഞാൻ സിന്ദൂർ ഇടാൻ പോവാണ്. എൻ്റെ സിന്ദൂർ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഈ ലിപ്പ് ലൈനേഴ്സ്, ലിപ്സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ പൊട്ട് വയ്ക്കുവാണ്. ഒരു ബ്ലൂ പൊട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓണമാണ്, അതുകൊണ്ട് ചന്ദനം ഇടുക. ഇനി ഞാൻ എൻ്റെ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസും കൂടി ഇടുവാണ്. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ട്രഡീഷണൽ കുപ്പിവളയാണ്. ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പിന്നെ അല്ലാതെ എൻ്റെ സാരിയുടെ മാച്ചിനായിട്ടുള്ള ബ്ലൂ ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. അങ്ങനെ നമ്മുടെ മേക്കപ്പും ഹെയറും എല്ലാം കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പും പിന്നീട് ഹെയർ വെയറും ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഓണം ലുക്ക് ഇപ്രാവശ്യം ഇതുപോലത്തെ ഒരു ലുക്കായിരിക്കും. കാരണം ഇത് ഭയങ്കര സിമ്പിളായിട്ട് രാവിലെ എണീറ്റ് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മേക്കപ്പ് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഓണം ടു ഓൾ.